വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. എല്ലാ വർഷവും ക്രിസ്മസ് ഉണ്ട്, ആഘോഷമുണ്ടല്ലേ. ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷം നമ്മൾ എല്ലാ വർഷവും നടത്തും. നമ്മൾ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും ആ ഡേറ്റ് വരും, നമ്മൾ ആഘോഷിക്കുകയും ചെയ്യും. നമ്മുടെ പള്ളികളിലും വീടുകളിലൊക്കെ നല്ല തകർപ്പനായിട്ട് ആഘോഷവും ഉണ്ടാവും. നോമ്പെടുത്ത് ആ നോമ്പ് വീടെല്ലാം കാര്യങ്ങളൊക്കെ ആയിരിക്കും 25 ചെയ്യണം. ശരിക്കും സന്തോഷത്തിൻ്റെ തന്നെ ദിനമാണ് ക്രിസ്മസ് അല്ലേ. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകിയതിൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ട് സന്തോഷിക്കണം. സന്തോഷിക്കുന്നത് തന്നെയാണ് ദൈവത്തിനും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അന്നേ ദിനം. അങ്ങനെയാണെങ്കിൽ ഈ ഏകപുത്രനെ ലോകത്തിലേക്ക് നൽകാൻ ദൈവത്തെ പ്രേരിപ്പിച്ചൊരു കാര്യം ഉണ്ടാവും ഇല്ലേ? അതെന്താണെന്ന് നമ്മളിന്ന് ചിന്തിക്കണേ. ദൈവത്തെ പ്രേരിപ്പിച്ച ആ കാര്യം ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് നൽകാൻ, അതായത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് തന്നിൽ വിശ്വസിക്കുന്ന മക്കൾ നശിച്ചു പോകാതിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ മക്കൾ നഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ അനുദിനം കേൾക്കുന്ന ന്യൂസുകൾ, കാണുന്ന കാഴ്ചകൾ, അതെല്ലാം ദൈവം തൻ്റെ പുത്രനെ അയച്ച് രക്ഷിച്ച മക്കൾ നശിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ അടയാളമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് ആഘോഷം വരുമ്പോൾ ദൈവത്തിന് സന്തോഷം ഉണ്ടാവുമോ? 2024 ക്രിസ്മസ് നമ്മൾ ഡിസംബർ 25 ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ വിശ്വസിക്കുന്ന, നമ്മളൊക്കെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തിന് സന്തോഷമുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സന്തോഷിക്കും അല്ലേ? 25 ദിവസം നോമ്പൊക്കെ എടുത്ത് നമ്മുടെ നിയോഗങ്ങളൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച് അതൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ സന്തോഷിക്കും. ആ ദിവസം നമ്മെ നോക്കിയിരിക്കണ, അല്ലെങ്കിൽ നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ പുത്രനെ തന്ന ആ ദൈവം യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നുണ്ടോ? നമ്മളത് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് ജീവിക്കണ ഒരു കാലഘട്ടം അല്ലേ? ലോകം മുഴുവൻ അങ്ങനെയാണ്. എപ്പോഴും ഏതിലും എൻജോയ്മെൻ്റ് ഉണ്ടോയെന്ന് എല്ലാവരും അന്വേഷിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തിന് എൻജോയ്മെൻറ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ സന്തോഷം കൊടുക്കാൻ നമ്മളിൽ എന്താ ഉള്ളത്? ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ? ഞാനിങ്ങനെ ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് ആ ചിന്ത കടന്നു വന്നപ്പോൾ ഒരു വചനം എന്നെ ഓർമ്മപ്പെടുത്തി തമ്പുരാൻ. ഓർമ്മപ്പെടുത്തിയത് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 22-ാം അധ്യായം 30-ാം തിരുവചനം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 22:30. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. ഈ വചനം തമ്പുരാൻ തന്നതാ ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ വേണ്ടി ആലോചിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന വചന ഇപ്പോൾ വായിച്ചത്. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കം ചോദിച്ചാൽ നിങ്ങളൊക്കെ എന്തോരായി ഒരുങ്ങിയിട്ടെന്ന്. നമ്മുടെയൊക്കെ ഒരുക്കം പൂർത്തിയാക്കിയെങ്കിൽ, തമ്പുരാനത് ഇഷ്ടപ്പെട്ട വിധത്തിലായെങ്കിൽ ഈ തിരുവചനം ഓർമ്മപ്പെടുത്തി തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ? ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. ഇനി ഈ കോട്ട പണിയുക, കോട്ടയുടെ ഉള്ളിൽ നിലയുറപ്പിക്കുക, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കണു. എന്നാലും ഞാനത് ചെറുതായിട്ടൊന്ന് നിങ്ങളോട് പറയാം. ഇസ്രായേൽ രാജ്യത്ത്
അവർ ഒരു രാജ്യം കീഴടക്കി അവിടെ താമസം തുടങ്ങുമ്പോൾ അതിന് ചുറ്റും കോട്ട കിട്ടും. ഇപ്പം നമ്മുടെ പാലക്കാട് ഒരു കോട്ടയുണ്ട്, അങ്ങനെയൊക്കെ കിട്ടിയതാണ് ഒരു സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി. ഇതുപോലെ അങ്ങനെ കോട്ട കെട്ടി അതിൻ്റെ ഉള്ളിൽ ജീവിക്കണ സമയത്ത് ശത്രുക്കൾ ഇവരെ ആക്രമിക്കാൻ വരുമ്പോൾ ഈ കോട്ടയുടെ ഉള്ളിൽ വിള്ളലുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് എളുപ്പം കയറാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ആ വിള്ളലിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ കയറി നിൽക്കും. ശത്രു ആക്രമിക്കാൻ വരുമ്പോൾ ജീവനോടുകൂടി ഒരാൾ ആ വിള്ളൽ തീർക്കാൻ വേണ്ടി ഉള്ളിൽ കയറും. അങ്ങനെയാണ് ആ ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ രക്ഷിച്ചിരുന്നത്. അതാ ഈ വചനത്തിൻ്റെ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട്. കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളൽ നികത്താനോ ഒരാളെ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തന്ന വചന ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ച് പറയണ്ടായി, നിങ്ങളുടെ മുൻപിലൊക്കെ വന്ന് നിൽക്കണ്ടേ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തന്ന വചനം. അപ്പോൾ നമ്മളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, ഏകദേശം ഒരുക്കം പൂർത്തിയായി എന്ന് പറയുമ്പോഴും തമ്പുരാൻ്റെ വേദന അങ്ങനെ തന്നെ നിൽക്കുക. ആ ദേശത്തെ രക്ഷിക്കാൻ ഒരു കോട്ട പണിയാൻ, അല്ലെങ്കിൽ കോട്ടയുടെ ഉള്ളിലേക്ക് നിലയുറപ്പിക്കാൻ, അല്ലേ? ദൈവത്തിൻ്റെ വേദന അങ്ങനെ തന്നെ നിൽക്കുക. അത് ചിലപ്പോൾ നമ്മെ ഓരോരുത്തരെയും നോക്കിയാവാം, വ്യക്തിപരമായാവാം, നമ്മുടെ കുടുംബത്തെ നോക്കിയാവാം, നമ്മുടെ ദേശത്തെ നോക്കിയാവാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയോ വ്യാപരിക്കുന്ന ആ സ്ഥലങ്ങളെ നോക്കിയാവാം തമ്പുരാൻ്റെ ഈ വേദന. അതൊക്കെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി തമ്പുരാൻ നോക്കണുണ്ട്. ആരെങ്കിലും കോട്ടയ്ക്കുള്ളിൽ നിലയുറപ്പിക്കാനുണ്ടോ എന്ന്. ഇനി ഈ കോട്ട എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെങ്ങനെ കോട്ടയുടെ ഉള്ളിൽ നിലയുറപ്പിക്കാൻ? ഇന്നൊന്നും മനുഷ്യരാരും കോട്ടയുടെ ഉള്ളിൽ നിലയുറപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു രക്ഷാസങ്കേതത്തിൻ്റെ പ്രശസ്തി ഇന്നില്ല. കാരണം ആധുനിക സംവിധാനങ്ങൾ അതുപോലെ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ശത്രുക്കൾ എത്തുന്നതിന് മുമ്പേ തന്നെ നമുക്കറിയാൻ പറ്റും എങ്ങനെ അവരോട് നേരിടേണ്ടെന്നുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ കോട്ട എന്താ? പ്രാർത്ഥനയുടെ കോട്ട അല്ലേ? പ്രാർത്ഥനയുടെ കോട്ട നമ്മൾ കെട്ടണം. അതോടൊപ്പം ത്യാഗത്തിൻ്റെ കോട്ട നമ്മൾ കെട്ടണം. ചെറുതാവലിൻ്റെ കോട്ട നമ്മൾ കെട്ടണം. അങ്ങനെയുള്ള കോട്ടകൾ കെട്ടാനാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ശരിക്കും ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഡിസംബർ 1 തുടങ്ങി നോമ്പെടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഇതുപോലെ ഒരു കോട്ട കെട്ടല അല്ലേ? പിന്നെ കുട്ടികളോടൊക്കെ ഞങ്ങളിങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കും, ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്യണം, സുഹൃതങ്ങൾ ചെയ്യണം, എളിമപ്പെടണം. അതായത് ദൈവം എളിമപ്പെട്ടതല്ലേ? ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ മനുഷ്യരൂപത്തിലേക്ക് താണിറങ്ങിയതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തെ മനുഷ്യമക്കളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം കോട്ടയ്ക്കുള്ളിൽ നിലയുറപ്പിച്ചതാ ക്രിസ്മസ് ആഘോഷം അല്ലേ? ദൈവം തൻ്റെ പുത്രനെ വിള്ളൽ നികത്താൻ വേണ്ടി അയച്ചു, അതുപോലെ തന്നെ നിർത്തി അല്ലേ? ജീവൻ ലോകത്തിന് വേണ്ടി കൊടുത്തു. അപ്പോൾ തമ്പുരാൻ ഈ വചനം ചോദിക്കുമ്പോൾ തമ്പുരാൻ അത് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുൻപിൽ. തമ്പുരാൻ നമ്മുടെ മുൻപിൽ അത് ചെയ്തു കഴിഞ്ഞു. കോട്ട കെട്ടാനായിട്ടും കോട്ടയുടെ ഉള്ളിൽ നിലയുറപ്പിക്കാനായിട്ടും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം കഴിഞ്ഞു. ഇന്ന് ഈ കോട്ട കെട്ടേണ്ടതും കോട്ടയ്ക്കുള്ളിൽ നിലയുറപ്പിക്കേണ്ടവരും നമ്മൾ ഓരോരുത്തരും. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാവാം, ചിലപ്പോൾ കുടുംബമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രവർത്തന മേഖലകളാവും. അവിടെയൊക്കെ കോട്ടയ്ക്കുള്ളിൽ കയറാൻ, കോട്ടയ്ക്കുള്ളിൽ നിലയുറപ്പിക്കാനുള്ളവർ നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. തമ്പുരാൻ്റെ വചനം കേട്ട് ജീവിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മൾ. ആരൊക്കെ തമ്പുരാൻ്റെ വചനം കേട്ട് ദൈവത്തിലേക്ക് വരുന്നുണ്ടോ അവരോടൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒറ്റ വചനം ഇത്. ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ, ആ കുടുംബത്തെ നശിപ്പിക്കാതിരിക്കാൻ, ആ വ്യക്തി നശിച്ചു പോകാതിരിക്കാൻ കോട്ടയ്ക്കുള്ളിൽ കയറുമോ? അല്ലെങ്കിൽ ഞാൻ നിന്നെ എടുത്ത് ആ കോട്ടയുടെ വിള്ളലിൽ വെക്കട്ടെ? തമ്പുരാൻ ഓരോ നിമിഷവും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാ. ഈ ക്രിസ്മസ് ആഘോഷത്തിനും തമ്പുരാൻ ചോദിക്കുന്നത് അതാ. കോട്ടയ്ക്കുള്ളിലെ വിള്ളൽ നികത്താൻ, കോട്ടയിൽ കയറാൻ ഞാൻ തയ്യാറായതുപോലെ നിങ്ങളും തയ്യാറാണോ
തയ്യാറാണെങ്കിൽ അതിനു വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ ഒരുങ്ങണത്? തമ്പുരാൻ നോക്കുമ്പോൾ ഈ വ്യക്തിനെ, ആ കുടുംബത്തെ രക്ഷിക്കാൻ എടുത്തു വയ്ക്കാൻ പറ്റുമോ? എടുത്തു വയ്ക്കാൻ പറ്റുമോ? ആ ദേശത്തെ രക്ഷിക്കാൻ എടുത്തു വയ്ക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി പകരം എടുത്തു വയ്ക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കണുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ വചനത്തിൽ ശരിക്കും ഇങ്ങനെ പറയണേ, കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട കടമ എന്താണെന്നറിയോ? കടമ എന്താണെന്നറിയോ? ഈ കോട്ടയ്ക്കുള്ളിൽ കയറാൻ റെഡിയായി ഇരിക്കുക. കോട്ടയ്ക്കുള്ളിൽ കയറാൻ റെഡിയായിരിക്കുക. കോട്ടയുടെ വിള്ളലെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ വിള്ളലൊന്നും ആവില്ല, അല്ലേ? ചെറിയ വിള്ളലാവും. അപ്പം നമ്മുടെ ശരീരം കൊണ്ട് കയറാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? മാക്സിമം ത്യാഗമൊക്കെ ചെയ്ത് ഉപവാസമൊക്കെ എടുത്ത് ശരീരത്തെ ഒരുക്കിയിട്ടുണ്ടാവണം, അല്ലേ? ഉപവാസം ഒരു വഴിയാണ്, കോട്ടയ്ക്കുള്ളിലേക്ക് കയറാനുള്ള ഒരു വഴിയാണ് ഉപവാസം. അങ്ങനെ ഉപവാസം എടുത്ത് ത്യാഗം ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ ബാഹ്യമായി നമ്മുടെ ശരീരമൊക്കെ എത്ര ചെറിയ വിള്ളലിൻ്റെ ഉള്ളിലേക്കും കയറ്റി വയ്ക്കാൻ വിധത്തിൽ പാകപ്പെടും. അത് ശാരീരികമായ രീതിയിൽ നമുക്ക് ചെയ്യാം. അതോടൊപ്പം നമ്മളെടുക്കുന്ന ഈ ഉപവാസം കൊണ്ട് ഈ ആത്മാക്കളെ രക്ഷിക്കാനുള്ള കൃപയും നമുക്കുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ മുൻപിൽ ഈ കാര്യം പറയുമ്പോൾ എൻ്റെ മുൻപിൽ നിങ്ങളല്ല, അതായത് മാതാപിതാക്കളെക്കാൾ ഉപരി ഇന്നത്തെ ഒരു യുവജനങ്ങളുണ്ട്, ഇല്ലേ? നമ്മുടെയൊക്കെ മക്കളുണ്ട്. അവരാരെങ്കിലും കയറോ ഇങ്ങനത്തെ കോട്ടയുടെ ഉള്ളിൽ? നിങ്ങൾ പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ടോ അവർക്ക് കയറാനായിട്ട്? ഉണ്ടോ? എത്ര പേരുടെ മക്കൾ അങ്ങനെ കയറും കോട്ടയ്ക്കുള്ളിൽ? ഇത്രയും പേരിയ്ക്കണേൽ ഒരാൾ കൈ ഉയർത്തി ധൈര്യപൂർവ്വം കൈ ഉയർത്തി എൻ്റെ മകനോ മകളോ അതിൽ കയറുന്നു. ആ ചേച്ചിക്ക് പ്രത്യേകം കൺഗ്രാജുലേഷൻ. ഇത്ര പേരുടെ മുൻപിൽ കൈ ഉയർത്താനുള്ള ധൈര്യം ഉണ്ടായില്ലേ? ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ ഒരു പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ ഒരു കസിനായിട്ട് ഒരു ചേച്ചീനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ ചേച്ചിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചിയിൽ നിന്ന് കേട്ട ഒരു കാര്യം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കുക. ആ ചേച്ചിയുടെ മകള് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുക. ഇവരുടെ വീട് തൃശ്ശൂരാണ്, പക്ഷേ കുട്ടി പഠിക്കുന്നത് പാലായിൽ ചാവറ ആ സ്കൂളിലാണ്. അപ്പോൾ ഇത്രയും ദൂരേക്ക് പോയി +2 പഠിക്കാൻ കാരണം, ഇപ്പോൾ +1 ആയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആ കുട്ടിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണണം, പെൺകുട്ടിയാണ്, ശുശ്രൂഷയാവണം, അതായത് ലേഖനം വായിക്കണം, പിന്നെ സഹായിക്കാൻ ചെയ്യണം. ഇത് ചെയ്യാൻ പറ്റിയ സ്ഥലം അവിടെയാണ്, പാലയിൽ. തൃശ്ശൂരുള്ള കുട്ടി പാലയിൽ +1 +2 പഠിക്കണം. അപ്പം അമ്മോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, മകളുടെ ആഗ്രഹമാണ് ഈ ഇടവകയിലായിരിക്കുമ്പോൾ ഇവിടെ എപ്പോഴും അവസരം കിട്ടില്ല, കാരണം വലിയ ഇടവക, കുറേ മക്കളുണ്ട്. അപ്പോൾ എന്നും അങ്ങനെ അവസരം കിട്ടണ ഒരു സ്ഥലത്ത് പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലമാണ് പാലയിൽ. അത് CMI ഫാദേഴ്സിൻ്റെ ഹോസ്റ്റലാണ്, അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലാണ്. അവിടെ കുർബാനയ്ക്ക് കൂടുമ്പോൾ അവർക്ക് പ്രാക്ടീസ് കിട്ടും, അങ്ങനെ ചെയ്യാൻ. അതിനുവേണ്ടി ആ കുട്ടിയുടെ ആഗ്രഹപ്രകാരം വീട്ടിലെ മൂത്ത മകളാണ്, താഴെ ചെറിയ കുട്ടികളാണ് 2 പേരുള്ളത്. ഹസ്ബൻഡ് വീട്ടിലില്ല, പക്ഷേ ആ അമ്മ അവിടെ കൊണ്ടുവന്നാക്കിയ മകളെ ഈശോയുടെ മുൻപിൽ എന്നും ആയിരിക്കാൻ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന കാണാൻ വേണ്ടി. അതിനുശേഷം ആ കുട്ടിയുടെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നല്ല പ്രാർത്ഥനയൊക്കെ ഉള്ള കുട്ടിയാണ്. അപ്പോൾ സിസ്റ്റേഴ്സ് ചോദിച്ചു, സിസ്റ്റേഴ്സ് ആവാൻ വരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി കൊടുത്ത മറുപടി അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയണം. സിസ്റ്റേഴ്സ് ആയ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ആയാൽ എൻ്റെ മമ്മിയും ഗ്രാൻഡ്മയും ചെയ്യണ പോലെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ചോദിച്ചു, എന്താ മമ്മിയും ഗ്രാൻഡ്മയും ചെയ്യണേ ചോദിച്ചപ്പോൾ അവർ തൃശ്ശൂർ ലൂർദ് പള്ളിയുടെ അടുത്താണ്, പുത്തമ്പള്ളിയുടെ അടുത്തൊക്കെ വീട്. അപ്പോൾ ഈവനിങ്ങിൽ എല്ലാ ദിവസവും ഒരു 7 മണി 7:30 ആകുമ്പോൾ ഈ അമ്മ ഈ മക്കളെയൊക്കെ കൂട്ടി ആ പള്ളിയിൽ പോയിരിക്കും. വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ അവിടെ, അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ പോയിരിക്കും. അങ്ങനെ പോയിരിക്കുമ്പോൾ അവിടെ അതിവികാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് കരയണ മക്കളുണ്ടാവും, വേദനയോടുകൂടി ഇരിക്കണ മക്കളുണ്ടാവും. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്യുന്നറിയോ? അമ്മ അവിടെ ചെന്ന് അമ്മയുടെ കയ്യിലുള്ള എന്താ പൈസയുള്ളത് അതെടുത്ത് അവരെ കൊടുക്കും. എന്നിട്ട് പറയും, ഇനി മതി, വീട്ടിൽ പോ എന്ന് പറയും. ഇത്രയാണ് ഈ അമ്മ ചെയ്യണത്. ഗ്രാൻഡ്മ ചെയ്യണത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിത്യാരാധനയുടെ മുൻപിലിരിക്കും. അതാണ് ഗ്രാൻഡ്മ ചെയ്യണത്. ഈ +1 ആയ കുട്ടി പറഞ്ഞ മറുപടിയാണ്, എൻ്റെ മമ്മിയും ഗ്രാൻഡ്മയും ചെയ്യണ പോലെ എനിക്ക് ചെയ്യാൻ പറ്റണം. കാരണം അച്ഛന്മാരും സിസ്റ്റേഴ്സ് 7:30 8 മണി നേരത്ത്, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ്
പുറത്തിറങ്ങി നടക്കില്ല, ഇതുപോലെ പള്ളികളിൽ പോയി ഇരിക്കില്ല. അവിടെ ഇതുപോലെ ഈശോയുടെ മുൻപിലിരുന്ന് കരയണ മക്കളെ സഹായിക്കണമെങ്കിൽ എനിക്കിങ്ങനെ പോയേ പറ്റൂ. ഞാൻ ആ കുട്ടീനെ കണ്ടിട്ടില്ല. ഞാൻ ആ കുട്ടിയുടെ അമ്മയോട് ഫോൺ നമ്പർ വാങ്ങിച്ചു. ഈ പ്രാവശ്യം വെക്കേഷന് വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം, എനിക്ക് ആ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ട സംഭവമാണ്. ഈ വചനം വന്നപ്പോൾ എൻ്റെ മനസ്സിലത് ശരിക്കും ഓർമ്മപ്പെടുത്തി തന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മകളെ. എന്ന് വെച്ചാൽ ആ അമ്മ ആ മകളെ കോട്ടയ്ക്കുള്ളിൽ കയറ്റാൻ പഠിപ്പിച്ചു. ജീവിതം കൊണ്ട് പഠിപ്പിച്ചു, വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് പഠിപ്പിച്ചു. അമ്മയും ഗ്രാൻഡ്മയും, ദിവികാരണത്തിന് മുൻപിലിരിക്കണ ഗ്രാൻഡ്മ, പാവങ്ങളെ സഹായിക്കണ അമ്മ, അത് രണ്ടും ആ കുട്ടീനെ കോട്ടയ്ക്കുള്ളിൽ കയറാൻ വഴി തിരഞ്ഞെടുത്തു കൊടുത്തു. ഇതുപോലെ ഇന്നത്തെ എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ ജീവിതം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ഇതുപോലെ നശിച്ചു പോവോ? നമ്മുടെ യുവജനങ്ങൾ നശിച്ചു പോവോ? ഇന്ന് നമ്മൾ എത്ര നിർബന്ധിക്കണം നമ്മുടെ മക്കളെ രാവിലെ കുർബാനയ്ക്ക് പോകണമെങ്കിൽ? എനിക്കറിയാവുന്ന ഒരു കുടുംബം, ഗ്രാൻഡ്മേനെ പേരക്കുട്ടി പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കും രാവിലെ 6:30 കുർബാനയ്ക്ക്. എന്നിട്ട് അവൻ തിരിച്ചു വന്ന് കിടന്നുറങ്ങും. തിരിച്ചെടുക്കാൻ പോവും 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ടൈം കഴിയുമ്പോൾ. അങ്ങനെ ചെയ്യണ പേരക്കുട്ടികളുള്ള കാലഘട്ടത്താണ് ഇതുപോലൊരു കുട്ടീനെ വേറിട്ട് ഞാൻ കണ്ടത്. അതുകൊണ്ടത് നിങ്ങളുടെ മുൻപിൽ പങ്കുവെച്ചു എന്നേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ പഠിപ്പിക്കണം, കോട്ടയ്ക്കുള്ളിൽ കയറ്റാൻ പഠിപ്പിക്കണം. നമ്മുടെ ജീവിതം കൊണ്ടേ അത് പഠിപ്പിക്കാൻ പറ്റൂ. ഇതുപോലെ ക്രിസ്മസും ആഘോഷങ്ങളൊക്കെ നമ്മൾ നടത്തില്ലേ? ഇനി ഇതിനെ തുടർന്ന് കുറേ 50 തിരുനാളുകൾ വരും ഇല്ലേ? നമ്മുടെ ഇടവക പള്ളിയിലൊക്കെ. പാലക്കാട് അത്രയില്ല, തൃശ്ശൂരൊക്കെ, ഇരിഞ്ഞാലക്കുട തൃശ്ശൂരൊക്കെ നന്നായി വരും. ആ സമയത്തൊക്കെ അവർ നന്നായി ആഘോഷിക്കും ഇല്ലേ? ആഘോഷിച്ചോട്ടെ, ആഘോഷങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ പിൻപിൽ, അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ അവർക്ക് കിട്ടണം. നമ്മുടെ യുവജനങ്ങൾക്കൊരു മോട്ടിവേഷൻ അങ്ങനെ കിട്ടണം. ക്രിസ്മസ് ആഘോഷമാകുമ്പോൾ ഇന്നിപ്പോൾ വാട്സപ്പ് ഇല്ലാന്നുള്ളത് കൊണ്ട് എന്താ നടത്തണേ അത് അപ്പോൾ തന്നെ ലോകം മുഴുവൻ അറിയും ഇല്ലേ? അങ്ങനെ ആഘോഷങ്ങൾ നടത്തണ നമ്മുടെ മക്കൾ, നമ്മുടെ യുവജനങ്ങൾ, അവരൊക്കെ ഇങ്ങനെ ഒരു കോട്ടയ്ക്കുള്ളിൽ കയറാൻ ഒരുങ്ങിയിട്ടാണോ നടത്തണേ? അതാ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈശോയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഈശോ കോട്ടയ്ക്കുള്ളിൽ കയറി നമ്മളെ രക്ഷിച്ചതുപോലെ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ മക്കൾ, നമ്മുടെ യുവജനങ്ങൾ ചെയ്യുമോ? നമ്മുടെ യുവജനങ്ങൾ ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. ഞങ്ങളും അതിന് കടപ്പെട്ടവരാ, സിസ്റ്റേഴ്സും അച്ഛന്മാരും, ആ രീതിയിൽ മക്കളെ ട്രെയിനിങ് കൊടുക്കാൻ. പക്ഷേ ഇത് വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ തുടങ്ങിയാൽ മാത്രമേ പിന്നെ ഞങ്ങൾക്ക് അതും എന്തെങ്കിലും കെട്ടിപ്പണിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് കടമയുണ്ട്. എത്ര വലിയ ആഘോഷങ്ങൾ, എത്ര വലിയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ ഇടവകയിലോ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നടക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന്, അതിൽ നിന്ന് ഇങ്ങനെയൊരു മനോഭാവം, കോട്ടയ്ക്കുള്ളിൽ കയറാൻ, പ്രാർത്ഥിക്കാൻ, ത്യാഗം ചെയ്യാൻ, അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ മക്കൾക്ക് കിട്ടണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾ, നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ആഘോഷങ്ങൾ, നമ്മുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ വെറുതെയാ. തമ്പുരാനെ സന്തോഷിപ്പിക്കില്ല. ഏത് ആഘോഷം നടത്തുമ്പോഴും അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു മനസ്സുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം. നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന ഗ്രൂപ്പിൽ ഇങ്ങനെയൊരു മനോഭാവം വളർന്നിട്ടുണ്ടാവണം. നമ്മുടെ മക്കളിൽ അത് വളർന്നിട്ടുണ്ടാവണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കളിൽ ഇങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ടോയെന്ന്. നിങ്ങൾ അവരെ നിർബന്ധിച്ച് കൂദാശകളിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്, കുമ്പസാരിപ്പിക്കുന്നുണ്ട്, നിർബന്ധിച്ച് ഈശോനെ സ്വീകരിക്കാനായിട്ട് വിടുന്നുണ്ട് ഇല്ലേ? എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ ചെയ്തു കൊടുക്കണതാ. ഇങ്ങനെ എല്ലാം ചെയ്തിട്ട് ഇന്ന് നമ്മുടെ മക്കളൊക്കെ എവിടെയാണ്? ഇന്ന് നമ്മുടെ മക്കളുടെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? അവരുടെ ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ പള്ളിയിലൊരു തിരുനാൾ ആഘോഷം അല്ല, നമ്മുടെ വീട്ടിലൊരു കുർബാന സ്വീകരണത്തിൻ്റെ, ഒരു കല്യാണത്തിൻ്റെ ഈ ആഘോഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മക്കളൊക്കെ കോട്ടയ്ക്കുള്ളിൽ കയറിയ മക്കളാണെന്ന് തോന്നുമോ? നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഇല്ല. അത് കഴിയുമ്പോൾ നമുക്ക് സങ്കടമായിരിക്കും വരിക. അവരത്രയും ആഘോഷിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ മക്കൾ ദൈവികമായൊരു ചൈതന്യം അവരുടെ ആഘോഷങ്ങളിൽ ഇല്ല.
ഈ പ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവാം. ആഘോഷം നന്നായി നടക്കും. വീട്ടിലും പള്ളിയിലും ഒക്കെ അല്ലേ, കരോള്, ക്രിസ്മസ് ഗാന മത്സരങ്ങൾ, ഇതെല്ലാം നടക്കണേ. ഇതിലൊക്കെ പങ്കെടുക്കണം മക്കൾ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയാണ് നടക്കുക? ഇത് കഴിഞ്ഞ് എങ്ങനെയാണ് നടക്കുക? അവർക്ക് എന്ത് ചൈതന്യമാണ് നമ്മുടെ ആഘോഷങ്ങളിൽ നിന്ന് കിട്ടണേ? എന്ത് ചൈതന്യം കിട്ടണേ? നമ്മൾ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇങ്ങനത്തെ ദൈവികമായ ചൈതന്യം നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തമ്പുരാൻ്റെ ഈ വിലാപമല്ലേ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദേശത്തെ രക്ഷിക്കാൻ നമ്മുടെ മക്കൾ പഠിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇഷ്ടം പോലെ മക്കളെ രക്ഷപ്പെടുത്താനുണ്ട് ഇല്ലേ? ഇഷ്ടം പോലെ മക്കളുണ്ട്. അവരുടെ കൂട്ടുകാർ ഇത്ര പേരാ വഴിതെറ്റി പോണേ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മുടെ മക്കൾ തയ്യാറാവുന്നുണ്ടോ? നമ്മുടെ മക്കൾ തയ്യാറാവുന്നുണ്ടോ? തയ്യാറാവാൻ അവർക്ക് തോന്നണം. അത് തോന്നണമെങ്കിൽ അത് നമ്മൾ പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഇത് പകർന്നു കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി നമ്മുടെ മക്കൾ നല്ല മക്കളായി വളർന്നു, അവർ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാലും അവരുടെ കടമയാണ് അവരുടെ ഒപ്പമുള്ളവരുടെ ആത്മീയ മേഖല. ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ മക്കളുടെ ഒപ്പമുള്ള മക്കൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമ്മുടെ മക്കൾക്കുണ്ട്. ഈ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ വ്യക്തിപരമായ ഉത്തരവാദിത്വം, ആ ഭാഗം വായിക്കാനല്ല, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വായിച്ചു നോക്കിയാൽ മതി. വ്യക്തിപരമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് തമ്പുരാൻ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് വ്യക്തികളും ആയിരിക്കുന്ന ഇടങ്ങളിൽ വ്യക്തിപരമായ ഉത്തരവാദിത്വമുണ്ട്. മാതാപിതാക്കൾക്ക് അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇടപഴകുന്ന സാഹചര്യങ്ങളിൽ, മക്കൾക്ക് അവരായിരിക്കുന്ന ഇടങ്ങളിൽ ഇടപഴകുന്ന സാഹചര്യങ്ങളിൽ അവിടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള കടമ നമ്മുടെ മക്കൾക്കുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ യുവജനങ്ങൾക്കുണ്ട്. അതും മറന്നുപോയിട്ടുള്ളൊരു പ്രവർത്തന രീതി, പ്രവർത്തന ശൈലി, ആഘോഷങ്ങൾ നമ്മുടെ മക്കൾ പങ്കാളികളാവുന്നുണ്ടെങ്കിൽ, പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷം വരുമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ ഗ്യാങ് കൂടുമ്പോൾ, കൂട്ടുകൂടി പോകുമ്പോൾ അതിലൊക്കെ ദൈവികമായ ചൈതന്യമുണ്ടോ? എത്ര പേരെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവരുടെ കൂട്ടുകൂടലിന്, അവരുടെ ആഘോഷങ്ങൾക്കൊക്കെ സാധിക്കും? അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മുടെ മക്കളിലൂടെ തമ്പുരാന് സാക്ഷ്യം വഹിക്കാൻ, തമ്പുരാനിലേക്ക് മക്കളെ അടുപ്പിക്കാൻ ദൈവം ഇടവരുത്തും. അങ്ങനെ ഇടവരുത്തിയ തമ്പുരാൻ്റെ ഈ വചനത്തിലൂടെയുള്ള വിലാപത്തിന് ഉത്തരം കൊടുക്കലായിരിക്കും നമ്മൾ ഓരോരുത്തരും ചെയ്യുക. ഞാനിത് പറയണതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന കാലഘട്ടമല്ലേ, ആക്സിഡൻറ്റ്, മരണങ്ങൾ. എൻ്റെ ഒരു കൊച്ചനുഭവത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്യണ, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ ഏരിയയിൽ, അതായത് കോൺവെൻറ്റിൻ്റെ ഏരിയയിൽ, അവിടെ ഇങ്ങനെ ആ വഴിയിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അതങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാവാത്ത സ്ഥലം. ഞാൻ അവിടെ ഇല്ല. ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ഞാൻ തിരിച്ച് ചെല്ലുമ്പോഴറിയണേ അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്ന ഒരു യൂത്ത് മരിച്ചിരിക്കണമെന്ന്. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളൊന്നുമല്ല, പക്ഷെ ഞങ്ങൾക്ക് പരിചയമുള്ള പയ്യൻ. എന്തോ എൻ്റെ മനസ്സിലതൊരു ഭയങ്കര വേദന തോന്നിയായിരുന്നു. കാരണം അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാവുന്ന ഒരു ഏരിയയല്ല, നല്ല ഉള്ള ഏരിയ. അവിടെയാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് വന്നതും ചെറുപ്പം. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും ആ വഴിക്ക് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ കൂടെ ഞങ്ങൾ ഡ്രൈവ് ചെയ്യണത് കൊണ്ട് വണ്ടി കൊണ്ടാണ് പോവുക. അപ്പോൾ പോകുമ്പോൾ വണ്ടിയിൽ ഹന്നാൻ വെള്ളം ഉണ്ടാവും. അത് അവിടെ എത്തുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആ സ്ഥലത്ത് ഒഴിക്കും. അങ്ങനെ ചെയ്തു. ഇന്ന് ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഇതുവരെ ആ വഴിയിൽ പിന്നെ ആക്സിഡൻ്റ് ഉണ്ടായിട്ടില്ല. ഇതുവരെ തമ്പുരാൻ ആ ഏരിയ ആക്സിഡൻ്റ് ഇല്ലാതെ സംരക്ഷിച്ചിട്ടുണ്ട്. നോക്കി, കോട്ട പണിയാൻ, കോട്ടയുടെ ഉള്ളിൽ ഒരുങ്ങിയിരിക്കാൻ കയറാൻ തയ്യാറുള്ളവരുണ്ടെങ്കിലില്ലേ, അവരുടെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടും. ഒരു ദേശത്തിൻ്റെ തിന്മ, ഒരു ദേശത്തെ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന കെണികൾ അത് മുൻകൂട്ടി ഇട്ട് തരും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ആ ദേശത്തെ രക്ഷിക്കാൻ പറ്റും. ഇങ്ങനെ കോട്ടയ്ക്കുള്ളിൽ കയറാനാണ് നമ്മളോട് പറയണേ. ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാലഘട്ടത്തിനനുസരിച്ച് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം. അത് നമ്മൾ ചെയ്യണം. അപ്പം നമ്മുടെ മക്കൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കണം.
അങ്ങനെ പ്രാർത്ഥിക്കാൻ. പിന്നെ അതവിടെ നടക്കില്ല. ഇതുവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആ വഴിക്ക് പാസ് ചെയ്യുമ്പോൾ അറിയാതെ എൻ്റെ മനസ്സിൽ ആ പ്രാർത്ഥന വരും. അപ്പോൾ എവിടെ ഇങ്ങനത്തെ തിന്മയുടെ മേഖലകളുണ്ടോ, അപകട മരണങ്ങളൊക്കെ ഉണ്ടോ, അവിടെയൊക്കെ കോട്ട പണിയാൻ നമ്മളെ തമ്പുരാൻ വിളിക്കുന്നുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച് ഒരുങ്ങണം. നിങ്ങൾ തന്നെ എനിക്ക് തന്ന മറുപടിയാണ് കോട്ടയ്ക്കുള്ളിൽ കയറുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നതാണെന്ന്. നമ്മൾ കാണുന്ന ഇടങ്ങളിൽ, നമ്മൾ ഇടപഴകുന്ന മക്കളിൽ ഏതൊക്കെ മേഖലകളാണോ തിന്മയുടെ ഉള്ളത് അത് തിരിച്ചറിയാൻ, അത് മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മൾ പ്രാർത്ഥനയാകുന്ന കോട്ടയ്ക്കുള്ളിൽ കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സഹായിക്കുമ്പോൾ ചിലപ്പോൾ വ്യക്തികളാവാം. ചില വ്യക്തികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ, നമ്മളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ പാസ് ചെയ്ത് പോകുമ്പോൾ ഇന്ന മേഖലയിൽ തിന്മയുടെ അരൂപി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് പെട്ടെന്ന് അത് ശരിയായില്ലല്ലോ അങ്ങനെ തോന്നും. അത്രയും തോന്നിയാൽ മതി. അതാണ് കോട്ടയ്ക്കുള്ളിൽ കയറണ മക്കളുടെ പ്രത്യേകത. ആ തോന്നണ സമയത്ത് പരിശുദ്ധാത്മാവിനെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ആ വ്യക്തികളിൽ അത് പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ടാവും. ആ തിന്മയുടെ മേഖല ദൈവത്തിൻ്റെ ആധിപത്യം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇങ്ങനെ കോട്ട പണിയാനായിട്ടാണ് ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മളെ വിളിക്കണേ. നമ്മൾ എവിടെയും പോണ്ട, നമ്മുടെ വീട്ടിലിരുന്നാൽ മതി. എവിടെ കോട്ട പണിയണ്ടേ അത് പരിശുദ്ധാത്മാവ് നമ്മളെ കാണിച്ചു തരും. നമ്മൾ വീട്ടിലിരുന്ന ആ കോട്ട പ്രാർത്ഥനയിലൂടെ പണിതുകൊണ്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഈ ആക്സിഡൻ്റ് അപകടങ്ങൾ കൂടുമ്പോൾ നമ്മുടെ ഏരിയകളിൽ നമ്മൾ അറിയണ ഇടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ പ്രാർത്ഥിക്കണം. ആ വഴിക്ക് പോകുമ്പോൾ ആ സ്ഥലത്ത് തിരക്തം കൊണ്ട് കഴുകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ ഒരു തിന്മയുടെ മേഖലയിൽ ദൈവത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റും. അതായത് പരിശുദ്ധാത്മാവിന് കോട്ട പണിയാൻ പറ്റും നമ്മളിലൂടെ. ഇതേപോലെ ഈ 25-ാം തീയതി ക്രിസ്മസ് ആഘോഷത്തിന് കോട്ട പണിയുണ്ടോരാ നമ്മൾ. ക്രിസ്മസ് ആഘോഷം എവിടെ നടന്നാലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടന്നാലും അത് ആത്മീയ ചൈതന്യം പകരുന്ന വിധത്തിലേ നടക്കാൻ പാടുള്ളൂ. നമ്മൾ കോട്ട പണിയണം. നമ്മൾ ആ കോട്ട പണിത് തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ക്രമീകരിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 1:7 ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാതെ പോണത് നമ്മളൊന്നും കോട്ട പണിയാത്തത് കൊണ്ടാണ്. കോട്ടയ്ക്കുള്ളിൽ കയറാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിലില്ലേ പരിശുദ്ധാത്മാവ് അവിടെ കോട്ട പണിതിരിക്കും. അതുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷത്തിന് കോട്ട പണിയേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. തമ്പുരാൻ്റെ ഈ വേദനയ്ക്കുള്ളൊരു ഉത്തര, ഒരു ദേശത്തെ രക്ഷിക്കാൻ, ആ ദേശത്തെ കോട്ട പണിയാനായിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളത്, അതോടൊപ്പം നമ്മുടെ യുവജനങ്ങളെ തയ്യാറാക്കുക എന്നുള്ളത്. ഇനി ഈ കോട്ട പണിയിൽ നമ്മുടെ തലമുറകളെ രക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ലേ, പ്രാർത്ഥനയിലൂടെ. ഇനി നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് ഏതെങ്കിലും മേഖലയിൽ, സാമ്പത്തിക മേഖലയിലോ അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥയിലൊക്കെ തമ്പുരാൻ തകർച്ചകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കോട്ട പണിയാൻ വേണ്ടിയിട്ട് അനുവദിച്ചേക്കണതാ. തമ്പുരാൻ ആ ഒരു തലമുറയെ രക്ഷിക്കാൻ കോട്ട പണിയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് നമ്മളെ ആയിരിക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ സഹനത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ നമ്മുടെ തലമുറയിൽ, നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, ആ അവസ്ഥകളിൽ കോട്ട പണിയാനായിട്ടാണ് ദൈവം അനുവദിച്ചത്. അതുകൊണ്ട് അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അവിടെ പ്രാർത്ഥനയിലൂടെ, ത്യാഗത്തിലൂടെ, ചെറുതാവലിലൂടെയൊക്കെ കോട്ട പണിയുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രമാണ ലംഘനങ്ങൾ വഴി, ഇപ്പോൾ 1-ാം പ്രമാണ ലംഘനം, ഇപ്പോൾ ഇവിടെ വരുന്നവർക്കാണെങ്കിൽ അതിനെക്കുറിച്ച് അച്ഛൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങളാണ് എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ തലമുറകളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ദേശത്തെ രക്ഷിക്കാൻ, ആ കുടുംബത്തെ രക്ഷിക്കാൻ തമ്പുരാൻ കോട്ട പണിയാനായിട്ട് നമ്മളെ ആയിരിക്കും ചിലപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവാം. ദൈവം കോട്ട പണിതത് ചെറുതായി സഹനത്തിൻ്റെ മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ തലമുറയ്ക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കോട്ട പണിയേണ്ടതും സഹനം ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ്. അതിനു വേണ്ടി തമ്പുരാനാണ് നമുക്ക് സഹനം അനുവദിച്ചു തന്നത്. അതുകൊണ്ട് ആ സഹനം ഇങ്ങനെയൊരു
ഇൻറ്റൻഷനിൽ, ഇങ്ങനെ ഒരു നിയോഗത്തിൽ സ്വീകരിക്കുമ്പോൾ അതൊരു കോട്ടപ്പണിയലാവും. ഇന്നല്ലെങ്കിൽ നാളെ ആ കോട്ടയിലൂടെ നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ രക്ഷപ്പെടും. അത് തമ്പുരാൻ്റെ വചന. ആ ദേശത്തെ രക്ഷിക്കാൻ, കോട്ട പണിയാൻ, കോട്ടയിൽ വിള്ളലകറ്റാൻ ഒരാളെ ഞാൻ കണ്ടെടുത്തു. ആ കുടുംബത്തെ രക്ഷിക്കാൻ എന്നെ ആവാം, എൻ്റെ കുടുംബത്തെ ആവാം, അത് രോഗത്തിലൂടെ ആവാം, പ്രിയപ്പെട്ടവരെ വേർപാട് നൽകി ആ സഹനാവാം, സാമ്പത്തിക മേഖലയിലെ ആവാം. ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ ഞാനിപ്പോൾ സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ അതെൻ്റെ തലമുറയെ രക്ഷിക്കാൻ എന്നെ കോട്ടയ്ക്കുള്ളിലേക്ക് കയറ്റിയത് തമ്പുരാൻ. അതുകൊണ്ട് അറിഞ്ഞ് ആ കോട്ടയ്ക്കുള്ളിൽ നമ്മൾ കയറണം. അപ്പോഴാണ് ദൈവത്തിന് സമയത്തിൻ്റെ പൂർത്തിയിൽ നമ്മുടെ തലമുറയെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ, നമ്മുടെ ലോകത്തെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ദൈവം അനുവദിച്ച് തരുന്നതെല്ലാം നന്മയ്ക്കാണ്. റോമ 8:28 തിരുവചനം നമുക്കറിയാം. അതേപോലെ തന്നെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളും അതും നന്മയ്ക്കാണ്. ദൈവത്തിൻ്റെ നന്മ എന്ന് പറഞ്ഞാൽ ആ ദേശത്തെ, ആ കുടുംബത്തെ, ആ വ്യക്തിയെ രക്ഷിക്കാൻ. ബോധപൂർവം നമ്മൾക്ക് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് അല്ലേ? ഫാസ്റ്റിംഗ് എടുക്കാൻ, ഉപവാസം എടുക്കാൻ എളുപ്പമാണ്, എളിമപ്പെടാൻ അതൊക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് സഹനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കടത്തി വിടുമ്പോൾ, സാമ്പത്തിക മേഖലയിൽ ഒരു പ്രതിസന്ധി തരുമ്പോൾ, ഇത്ര നാൾ പ്രാർത്ഥിച്ച് നമ്മളൊന്നാവില്ലേ അപ്പോൾ അല്ലേ? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇങ്ങനെ തന്നെ, എത്ര നാളായി കണ്ണീരൊഴുക്കണം, എൻ്റെ മകൻ ഇങ്ങനെ, എൻ്റെ മകൾ ഇങ്ങനെ, അല്ലെങ്കിൽ ജോലിയില്ല, അവർക്കൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഇൻറ്റൻഷന് മാറിപ്പോണ്. തമ്പുരാൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആ കുടുംബത്തെ രക്ഷിക്കാൻ കോട്ടയ്ക്കുള്ളിൽ കയറ്റിയിരിക്കുന്നതാണ്, ആ ദേശത്തെ രക്ഷിക്കാൻ, എൻ്റെ മകനെ മകളെ രക്ഷിക്കാൻ വേണ്ടി. അതാ ദൈവത്തിൻ്റെ നിയോഗം. പക്ഷെ നമ്മുടെ നിയോഗം എന്താ? പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ചൊല്ലുമ്പോഴൊക്കെ നമ്മുടെ നിയോഗം നമ്മുടെ കാര്യസാധ്യങ്ങൾ. അങ്ങനെ നിയോഗം വരുമ്പോഴാണ് ഇത് നടക്കാതെ ആവുമ്പോൾ നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങുക. ദൈവം ഒരിക്കലും ആഗ്രഹിക്കണില്ല ആ തിരിഞ്ഞ് ചിന്തിക്കൽ കേട്ടോ, ഒരിക്കലും ആഗ്രഹിക്കണില്ല. കാരണം തമ്പുരാൻ്റെ ലക്ഷ്യം ഏറ്റവും വലുതാണ്. അതായത് ഒരു തലമുറയെ മുഴുവൻ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ദൈവം തൻ്റെ പുത്രനെ അയച്ചതിൽ പങ്കാളികളാക്കിയിരിക്കുക നമ്മളെ ഓരോരുത്തരെയും, ഓരോ കുടുംബത്തെയും, ഓരോ വ്യക്തികളെയും. അപ്പോൾ ആ പങ്കാളിയായവർ പരാതി പറഞ്ഞോല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തമ്പുരാൻ പരാതി പറഞ്ഞിരുന്നെങ്കിലോ, ഇങ്ങനെ ജനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നു? രക്ഷപ്പെടുമായിരുന്നോ? നമ്മൾ രക്ഷപ്പെടുമായിരുന്നോ? ഇല്ല. തമ്പുരാന് അനുവദിച്ച് കിട്ടിയതെല്ലാം ഈശോ അതങ്ങനെ സ്വീകരിച്ചു. അത് പിതാവിൻ്റെ ഹിതമാണ്, ലോകത്തിൻ്റെ രക്ഷയാണ്. ഇപ്പോഴുള്ള മക്കളല്ല, ഇനി ഈ ഭൂമുഖത്ത് എത്ര മക്കൾ ജീവിക്കാനുണ്ടോ അവരെയൊക്കെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ മനുഷ്യരൂപം സ്വീകരിച്ച് ഭൂമിയിൽ അവതരിക്കണം. ഈ ചെറുതായ മാതൃക കൊടുക്കണം. തമ്പുരാൻ അറിയായിരുന്നു മാതൃകയിൽ കൂടെ മാത്രമേ മക്കളെ രക്ഷിക്കാൻ പറ്റുള്ളൂ, അവരത് കണ്ട് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തമ്പുരാൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായിരുന്നിട്ടും മനുഷ്യരൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്ന് നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചത്. അതിൻ്റെ ഓർമ്മകളൊക്കെ നമ്മൾ ആഘോഷിച്ചു കൊണ്ടുപോകും. ക്രിസ്മസ് ആയിട്ടും ഈസ്റ്റർ ആയിട്ടും പെരുന്നാളുകളായിട്ടും എല്ലാം വിശുദ്ധരുടെ ഓർമ്മയൊക്കെയാണ് നമ്മൾ ഭയങ്കര ആഘോഷമാക്കണതല്ലേ. ഇതിൽ ദൈവികമായ ചൈതന്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എന്ന് മാത്രമല്ല, കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്രമാത്രം ദൈവിക ചൈതന്യം ഉണ്ടെന്ന്. അപ്പോൾ എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഒരു നിസ്സാരമായ ആഘോഷമായാൽ പോലും അതിൽ ദൈവികമായ ചൈതന്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സാക്ഷിയാണ് നമ്മൾ ലോകത്തിന് മുൻപിൽ കൊടുക്കണേ? എന്ത് സാക്ഷി കൊടുക്കണേ? ഇന്ന് കുർബാന സ്വീകരണങ്ങളൊക്കെ കല്യാണം നടത്തുന്നേക്കാൾ ആഘോഷമാണ്. ആഘോഷങ്ങളോട് എനിക്കൊരു വിയോജിപ്പില്ല കേട്ടോ, ആഘോഷങ്ങൾ നടത്താം. പക്ഷേ അതിൽ ദൈവികമായ ചൈതന്യം എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ ഒരു മകനോ മകളോ കുർബാന സ്വീകരിക്കുക, ഈശോനെ ആദ്യമായിട്ട് സ്വീകരിക്കുക. അപ്പോൾ മാതാപിതാക്കൾ എത്ര ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി അല്ലേ? അത്രയും ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച് മക്കളെ ഒരുക്കിയിട്ട് അന്നത്തെ ആഘോഷത്തിന് എന്താ കാണിക്കുക? ഗസ്റ്റിനെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന കാര്യങ്ങൾ
അതിലൂടെ തീർന്നില്ലേ നമ്മുടെ ആഘോഷത്തിൻ്റെ, നമ്മൾ ചെയ്ത ത്യാഗത്തിൻ്റെ ഫലമൊക്കെ? ഇന്ന് നമ്മുടെ എല്ലാം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഓരോ ആഘോഷങ്ങളുടെ പിന്നിലും എത്ര ത്യാഗങ്ങളുണ്ടോ അതെല്ലാം അന്നത്തെ ഒരു ആഘോഷത്തിൽ കളയും. 25 ദിവസം നോമ്പ് എടുത്തു, എന്നിട്ട് ആ ക്രിസ്മസിൻ്റെ അന്ന് ആ നോമ്പ് എടുത്തതെല്ലാം ഒരുമിച്ച് തീർക്കും അല്ലേ? ശരിക്കും ഇത് ഞാനിവിടെ പറയുന്നത്, അതിൽ പിശാച് ഒരുക്കി വെച്ച ഒരു കെണിയുണ്ട്. 25 ദിവസം നമ്മൾ ത്യാഗം ചെയ്തപ്പോൾ, നോമ്പെടുത്തപ്പോൾ, വിശുദ്ധ കുർബാന കണ്ടപ്പോൾ, ഈശോനെ സ്വീകരിച്ചപ്പോൾ, അന്നൊക്കെ നമ്മളിലേക്ക് ദൈവം വർഷിച്ച കൃപകൾ 25-ാമത്തെ ദിവസത്തിലെ ആഘോഷത്തിൽ നമ്മൾ തകർത്ത് കളയാ. പിന്നെ എങ്ങനെയാണ് തമ്പുരാൻ വേദനിക്കാതിരിക്കുക? തകർത്ത് കളയാ ഒറ്റ ആഘോഷത്തിൽ. അന്ന് ആഘോഷമായിട്ട് ഭക്ഷണം നന്നായിട്ട്, പിന്നെ കുപ്പികളൊക്കെ ഉള്ളിടത്ത് ഇല്ല, അത് ധാരാളമായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടൊരു സിനിമയ്ക്ക് പോക്കും. ഇതൊക്കെയല്ലേ ഇന്ന് സാധാരണ ചെയ്യുന്ന ആഘോഷങ്ങൾ. വേദനയോടുകൂടി ഇവിടെ നിന്ന് പറയണേ, 25 ദിവസം നമ്മൾ നേടിയെടുത്തതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് കളയും, ആഘോഷത്തിൻ്റെ അന്നുകൊണ്ട് കളയും. ദൈവം സന്തോഷിച്ചു ഈ 25 ദിവസം, പക്ഷെ 25-ാമത്തെ ദിവസം ദൈവം സങ്കടപ്പെടും. അതേപോലെ നമ്മുടെ പള്ളികളിലെ തിരുനാളുകൾക്ക് മുമ്പൊക്കെ ധ്യാനവും കാര്യങ്ങളൊക്കെ വെച്ച് അച്ഛന്മാർ ഒരുപാട് ഒരുക്കും ഇടവക മക്കളെ. എന്നിട്ട് ആ തിരുനാൾ അങ്ങോട്ട് അടിച്ചു പൊളിക്കും. കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു. പിശാച് വലിയൊരു കെണിയാണ് നമ്മുടെ ആഘോഷങ്ങളിൽ ഒരുക്കിയിട്ടിരിക്കണേ. അത് തിരിച്ചറിയണം. നമ്മൾ ചെയ്യണ ത്യാഗങ്ങളൊക്കെ ഒറ്റയടിക്ക് കളയും. തമ്പുരാൻ അന്ന് ഒരുപാട് സങ്കടപ്പെടും. അപ്പം എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളെടുത്ത ത്യാഗത്തിൻ്റെയൊക്കെ വലിയ കൃപ കിട്ടണത് അന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമുക്കത് കിട്ടും. നമ്മുടെ ആത്മാവിൽ ആ കൃപ വർഷിക്കും. ഫൗസ്റ്റീന പുണ്യവതിയോട് ഈശോ പറഞ്ഞിട്ടുണ്ട്, 1 മണിക്കൂറിൻ്റെ 1 മിനിറ്റിൻ്റെ ആ കൃപ അതപ്പം മാത്രമേ കിട്ടുള്ളൂ, അത് പിന്നെ കിട്ടില്ല. 25-ാം തീയതി നമുക്ക് ദൈവം തന്ന കൃപ അത് അന്നേ കിട്ടുള്ളൂ, അത് പിന്നെ കിട്ടില്ല. ആ കിട്ടിയത് കളഞ്ഞാൽ പിന്നെ അത് തിരിച്ച് കിട്ടില്ല. അത് മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് ആഘോഷങ്ങൾ കൊണ്ട് നമ്മുടെ ത്യാഗത്തിൻ്റെ, നമ്മൾക്ക് ദൈവികമായി കിട്ടിയ കൃപകൾ, കൂദാശകൾ സ്വീകരിച്ചതിൻ്റെ കൃപകളൊന്നും കളയരുത് എന്ന് നിങ്ങളുടെ മുൻപിൽ താഴ്മയോടുകൂടി പറയാം ഞാൻ. ഏത് ആഘോഷം വരുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സങ്കടപ്പെടുക, കാലഘട്ടത്തിനനുസരിച്ച് ത്യാഗം ചെയ്യാൻ ഇല്ലേ, കൂദാശകൾ സ്വീകരിക്കാൻ, അതിലേക്ക് അടുപ്പിക്കാൻ ദൈവം ഇങ്ങനെ ഓരോ വ്യക്തികളെ പരിശുദ്ധാത്മാവ് നിയോഗിച്ച് അവരിലൂടെ ഒരുക്കപ്പെട്ട് കൊണ്ടുവന്നിട്ട് ആ ലാസ്റ്റ് ദിവസം ആ പരിപാടിയുടെ ആഘോഷത്തിൻ്റെ അന്ന് അതെല്ലാം തകർത്ത് കളയും. ദൈവത്തിൻ്റെ കൃപ അങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ ആ ഒരു ദിവസം കൊണ്ട് ആഘോഷം നടത്തും. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷിക്കുമെങ്കിലും ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്താതെ ആഘോഷിക്കാൻ നമ്മളെല്ലാവരും കൂടി, വീട്ടുകാരെല്ലാവരും ഒരുമിച്ചിരുന്ന് നമ്മുടെ വീട്ടിലെ ആഘോഷം, അതിനുശേഷം പുറത്തു പോകാം, മറ്റുള്ളവരുടെ അടുത്തൊക്കെ പോകാം. അതൊക്കെ പോകുമ്പോഴും ഈ ദിവസങ്ങളിൽ കിട്ടിയ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്താതെ ആഘോഷിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതാണ് ദൈവത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ വചനം തമ്പുരാൻ തന്നത് അതിനു വേണ്ടിയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് കോട്ട പണിയാനാ, ആ ദേശത്തെ രക്ഷിക്കാനാ. അതിനു വേണ്ടിയാണ് നിങ്ങളുടെ ത്യാഗങ്ങളൊക്കെ എടുത്തേക്കണേ. അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്ത എല്ലാ ത്യാഗത്തിൻ്റെ ഒരു പങ്ക് തമ്പുരാൻ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിന് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയോ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയോ മാത്രമാവും നിയോഗം വെച്ചിട്ടുണ്ടാവുക. പക്ഷേ തമ്പുരാൻ അത് എടുക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം, നമ്മൾ എത്ര ത്യാഗങ്ങൾ ചെയ്താലും നമ്മുടെ പേഴ്സണൽ നിയോഗങ്ങൾ സെക്കൻഡറിയേ പാടുള്ളൂ. ആദ്യം വെക്കേണ്ടത് എന്താണെന്നറിയോ? പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നിയോഗങ്ങൾക്ക്. അതായിരിക്കണം നമ്മുടെ എല്ലാ ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ലക്ഷ്യം. ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം അതാ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവർക്കൊക്കെ കൊടുക്കും. എവിടെ ആവശ്യം അവിടെ ദൈവം അത് കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും നിയോഗങ്ങൾക്കെന്ന് പറഞ്ഞ് നമ്മുടെ അനുദിന ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതും നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ മക്കളുടെ കാര്യം അവിടെ പറഞ്ഞാൽ മതി. അതിനു വേണ്ടി എന്ന് പറയണ്ട. അതൊക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലുള്ള നിയോഗമാണ് അല്ലേ? ഈശോയുടെ തിരുഹൃദയത്തിലുള്ള നിയോഗമല്ലേ? ആണ്. എവിടെ ആവശ്യം ആ സമയത്ത് അവിടേക്ക് എടുത്ത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിതരണം ചെയ്യും. അപ്പം ഈ പ്രാവശ്യം
തമ്പുരാൻ്റെ നിയോഗത്തിന് അല്ലെങ്കിൽ പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ നിയോഗം നമുക്ക് കൊടുക്കാം. നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം, അത് കഴിഞ്ഞിട്ട് വരണ എല്ലാ ആഘോഷങ്ങളും, അതെല്ലാം ദൈവികമായ ചൈതന്യം നഷ്ടപ്പെടുത്താതെ ലോകം മുഴുവൻ ആഘോഷിക്കാൻ, നമ്മുടെ ഒപ്പമുള്ളവരെ ആഘോഷിക്കാൻ, നമ്മുടെ മക്കളുടെ കൂടെയുള്ളവരെ ആഘോഷിക്കാൻ, നമ്മളുമായി ബന്ധപ്പെടുന്ന ഇടങ്ങൾ, കുടുംബങ്ങളൊക്കെ ദൈവികമായ ചൈതന്യം നഷ്ടപ്പെടുത്താതെ ആഘോഷിക്കാനായിട്ട് കോട്ട പണിയാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കടമയുണ്ട് നമ്മുടെ നിയോഗങ്ങളോടൊപ്പം ഈ ഒരു നിയോഗവും പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കൊടുക്കാനായിട്ട്. ആദ്യം പറഞ്ഞ പോലെ യോഹന്നാന്റെ സുവിശേഷം 3-16 അല്ലേ, തന്നിൽ വിശ്വസിച്ച ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതായത് ദൈവം ലോകത്തെ സ്നേഹിച്ചതിൻ്റെ ആഘോഷ ഡിസംബർ 25 നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ. ദൈവം ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകിയത്. എന്നിട്ട് ആ പുത്രൻ്റെ ജന്മദിന ആഘോഷത്തിൽ എത്ര ആത്മാക്കളാണ് നഷ്ടപ്പെട്ടു പോവുക, എത്ര ആത്മാക്കളുടെ കൃപ പോണേ, എത്ര കുടുംബങ്ങളുടെ കൃപ നഷ്ടപ്പെടണേ. അതിന് ഇടവരുത്താതിരിക്കാൻ കോട്ട പണിയാൻ, അല്ലെങ്കിൽ കോട്ടയ്ക്കുള്ളിൽ നിലയുറപ്പിക്കാൻ ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം നമുക്ക് ആ നിയോഗം ഏറ്റെടുക്കാം. ഒപ്പം ഇനി ഈശോയുടെ പുൽക്കൂട്ടിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അവിടെയുള്ള എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോട്ടയ്ക്കുള്ളിൽ കയറിയവരല്ലേ. പരിശുദ്ധ അമ്മ കോട്ടയ്ക്കുള്ളിൽ കയറിയില്ലേ, ചെറുപ്പത്തിലേ തുടങ്ങി ദൈവത്തിൻ്റെ ആലയത്തിൽ വളർന്നേക്കണേ. ലോകത്തിൻ്റെ ഒരു സുഖങ്ങളും പരിശുദ്ധമ്മ അറിഞ്ഞിട്ടില്ല. കോട്ടയ്ക്കുള്ളിൽ കയറിയതാ പരിശുദ്ധമ്മ. ഔസ്യപിതാവ്, എത്രയോ സ്വപ്നങ്ങളുണ്ടായിരുന്ന ഔസ്യപിതാവ് കോട്ടയ്ക്കുള്ളിൽ കയറിയല്ലോ. ഇനി ആദ്യം ഈശോയെ സന്ദർശിച്ച ആട്ടിടയന്മാർ, അവരും അങ്ങനെയില്ലേ. അവർ ലോകമായിട്ട് ബന്ധമൊന്നുമില്ലാതെ ഉള്ള ഏരിയയിൽ തങ്ങളുടെ ആടുകളെ മേയിച്ച് അങ്ങനെ നടക്കണതാ. അവരും ഒരു കോട്ടയ്ക്കുള്ളിലുള്ളവരാ. ഇനി ജ്ഞാനികൾ സന്ദർശിക്കാൻ വന്നു, അവരും ലോകത്തിൻ്റെ രീതിയിൽ അവർ നടന്നിരുന്നെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ദൈവിക വെളിപാട് കിട്ടുമായിരുന്നോ? കിട്ടില്ലായിരുന്നു. അപ്പം നോക്കി, ദൈവം കോട്ടയ്ക്കുള്ളിൽ കയറി ദൈവത്തോട് ബന്ധപ്പെട്ട് എല്ലാവരും കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ ഇടവന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കോട്ടയ്ക്കുള്ളിൽ കയറാനുള്ള വലിയൊരു കടമയുണ്ട്. എപ്പോഴും നമ്മുടെ കടമ നമ്മൾ നിറവേറ്റണം. കടമ നിറവേറ്റുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ധൈര്യപൂർവ്വം നിലനിൽക്കാം അല്ലേ. അത് വചനത്തിൽ അങ്ങനെയല്ലേ പറയണേ, എന്ത് ചെയ്താലും കടമ നിർവഹിച്ചതേ ഉള്ളൂ, ദാസന്മാരാണ് എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നിയോഗങ്ങൾ മനസ്സിൽ വിചാരിച്ചു അതെല്ലാം സാധിച്ചു കിട്ടും. അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിയെടുക്കേണ്ട മക്കളാണ് നമ്മൾ. നമ്മുടെ കടമകൾ നിറവേറ്റി ഓരോ മണിക്കൂറിലും ഓരോ സമയത്തും ഓരോ സ്ഥലത്തും നമുക്കുള്ള കടമകൾ തിരിച്ചറിഞ്ഞ് അതെല്ലാം നിറവേറ്റി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ദാസരെ പോലെ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങാൻ വിളിക്കപ്പെട്ട മക്കളാണ് നമ്മൾ. അപ്പോൾ ഈ ക്രിസ്മസ് അങ്ങനെ അനുഗ്രഹങ്ങൾ വാങ്ങി ദൈവത്തിൻ്റെ മുൻപിലായിരിക്കാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഇട്ടു തരിക ഈ വചനം. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയ്ക്കുള്ളിലെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ ഒരുവനെ അന്വേഷിച്ചു. അടുത്തത് ഞാൻ വായിക്കുന്നില്ല. ആരെയും കണ്ടെത്തിയില്ല എന്ന് പറയാൻ ഇടവരരുത്. നമ്മളെ കണ്ടെത്തിയിട്ടുണ്ടാവണം. ഈ ക്രിസ്മസ് ആഘോഷത്തിൽ തമ്പുരാന് വിള്ളലടയ്ക്കാൻ നമ്മൾ ഓരോരുത്തരും ഉണ്ടാവണം. ഇവിടെ നിന്ന് പറയണത് അത്രയും ഉള്ളിൽ തീ കയറിയിട്ടാ. എനിക്കറിയില്ല, ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ ഇങ്ങനെ മെസ്സേജ് ആക്കി തന്നതാ. അത് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാവും ഇങ്ങനെ ഒരു മെസ്സേജ് ഇതിലൂടെ തമ്പുരാൻ പറയിപ്പിച്ചത്. അല്ലാതെ ഇത്രയും കാര്യമായിട്ട് ഈ ആഘോഷകാര്യം എടുത്ത് പറയാനായിട്ട് ഇടവരില്ല. കാരണം നമ്മുടെ ആഘോഷങ്ങളിലൂടെ ഒരുപാട് ദൈവിക കൃപ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ മക്കൾ ആരും തിരിച്ചറിയണില്ല, നമ്മളാരും തിരിച്ചറിയണില്ല. അതൊക്കെ ആഘോഷത്തിൻ്റെ ഭാഗമല്ലേ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നേടിയെടുത്ത കൃപ പിശാച് തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നത് തിരിച്ചറിയാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിച്ച് തന്നതാണ് ഇത്. അപ്പോൾ ഒരിക്കൽ കൂടി
എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഞാൻ നേരുന്നു. ഒപ്പം കോട്ട പണിയാൻ ഇത്രയും ആൾക്കാരെ കിട്ടിയ സന്തോഷവും എൻ്റെ മനസ്സിൽ ഉണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം.